പണ്ടൊക്കെ വെച്ചാൽ നമ്മളെ തന്നെ എന്താ പറയാ, ഞാൻ തന്നെ നോക്കണം സ്ക്രീനിൽ എന്നെ കാണണം അങ്ങനെ. അപ്പം അതും ഇതുമായിട്ട് നമ്മൾ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. പിന്നെ അതിനകത്ത് പല സീൻസുകൾ ഉണ്ടാവണം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. നമ്മളിങ്ങനെ നോക്കി വാവെന്ന് പറഞ്ഞിരിക്കാൻ വേണ്ടി നോക്കിയിരിക്കുമ്പോഴായിരിക്കും ആ സീൻ അതിനകത്ത് ഉണ്ടാവത്തില്ല, നമ്മൾ ഫസ്റ്റ് ഡേ ഒക്കെ പോയി കണ്ടിട്ട്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ വളരെ ത്രൂ ഔട്ട് ഉള്ളൊരു മൂവിയാണ്. നമ്മൾ ഏതൊരു സാധനവും നമ്മൾ വളരെ അതിയായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്കത് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് കിട്ടും എന്നൊരു ഉറപ്പുണ്ട്. കാരണം അതിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും കിട്ടും. പക്ഷെ അത് ഇപ്പോഴാണോ നാളെയാണോ മറ്റന്നാളോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആ ഒരു ടൈം ഡ്യൂറേഷനിൽ നമുക്ക് എന്തായാലും അതിനുള്ള റിസൾട്ട് ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് പിന്നെ സൊസൈറ്റി ഇഷ്യൂസ് നമ്മുടെ ഇപ്പം ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്നൊരു സബ്ജക്റ്റിനകത്ത് വരുന്ന ആ ഒരു ഫ്ലേവർ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞില്ലേ, പറഞ്ഞ അതേ ഒരു സംഭവം അതിനകത്തുണ്ട്. ഒരു സാധനം ഉണ്ട്. അപ്പൊ അതോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സസ്പെൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ലേ. ഹായ് ഓൾ, ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്ന സിനിമയിലൂടെ നമുക്ക് മുന്നിൽ എത്താൻ പോകുന്ന ഒരു നടനാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. വെൽക്കം. ആദ്യം നിന്നൊന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് പ്രിൻസ്. എൻ്റെ സ്ഥലം അടൂരാണ്. ഇതെൻ്റെ ഫസ്റ്റ് ലീഡ് ചെയ്യുന്ന മൂവിയാണ്. അപ്പോൾ വളരെ പ്രതീക്ഷയോടെ നോക്കി കാണുന്നൊരു ചിത്രമാണ്. എങ്ങനെയാണ് ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്ന സിനിമയിലേക്ക് എത്തുന്നത്? ഇതിൻ്റെ ഒരു ഓഡിഷൻ പ്രോസസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ തന്നെ വേറൊരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം ക്രൂവിൻ്റെ വേറൊരു പ്രൊജക്റ്റിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇതിൻ്റെ ഓഡിഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയി അറ്റൻഡ് ചെയ്ത് അങ്ങനെ ഇതിലേക്ക് വന്നതാണ്. ഇതിലത്തെ ക്യാരക്ടറിനെ പറ്റിട്ടൊന്ന് പറയാമോ? ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു പോർഷ് ലൈഫ് ഉള്ളതാണ്. കാരണം എൻ്റെ വൈഫ് എന്ന് പറയുന്ന ഒരു കളക്ടറിന്റെ മോളാണ്. സോ അപ്പം അവരുടെ ലൈഫിലേക്ക് എത്തിച്ചേരുന്ന കുറച്ച് സംഭവങ്ങളാണ്. യാദൃശ്ചികമായിട്ട് കുറേ സംഭവങ്ങൾ ഉണ്ടാകുന്നു. അത് എങ്ങനെയാണ് വരുന്നത് എന്ന് അതിനെ ചുറ്റിപ്പറ്റി സ്റ്റോറി പോകുന്നു. അപ്പൊ അത് പോകുന്ന വഴിയിലാണ് വേറെ കുറച്ച് സ്റ്റോറി അതിന്റെ ബാക്ക് എൻഡിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഒരു മിസ്റ്ററി പോലെ ഒരു സസ്പെൻസ് ത്രില്ലറായ ഒരു മൂവിയാണ്. എനിക്കൊന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ജേണലുള്ളതാണ്. വലിയൊരു എന്താ പറയാ, ഹൈപ്പ് കൊടുത്തിട്ട് ഇത് ചെയ്യുന്നില്ല. പക്ഷെ എല്ലാവർക്കും തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എന്താ പറയാ, ഓക്കെ കൊള്ളാം, ഇഷ്ടാവുന്ന ടൈപ്പ് ഒരു മൂവിയാണ്. പൊതുവെ എല്ലാവർക്കും ഇപ്പോഴത്തെ ഓഡിയൻസിന് മിക്കവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാടാണ് സസ്പെൻസ് ത്രില്ലർ എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ഈ ഒരു സിനിമയും അതേപോലെ ഓഡിയൻസ് സ്വീകരിക്കുന്നതിനല്ലേ വിശ്വസിക്കുന്നത്? ഉറപ്പായിട്ടും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ വരട്ടെ. നമ്മൾ വളരെ പ്രതീക്ഷയോടെ നോക്കിയാണ് ഒരു ചിത്രമാണ്. ആ ഒരു ജേണലിലാണ് സസ്പെൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സസ്പെൻസ്, ഇങ്ങനെ ഇടിച്ചു പൊളിച്ചും എന്നൊരു രീതിയല്ല, കഥയ്ക്ക് ആസ്പദമായിട്ട് വരുന്ന ഒരു സസ്പെൻസ്. ഇതിനു മുന്നേ ചെറിയ ചെറിയ റോളുകൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, ജൂനിയർ ആർട്ടിസ്റ്റ്. അപ്പൊ അതിൽ നിന്ന് വെച്ച് നോക്കുമ്പോ ഭയങ്കര ഡിഫറെന്റ് ആണ് ഈ ഒരു സിനിമത്തെ റോള്. പിന്നെ ഉറപ്പായിട്ടും പണ്ടൊക്കെ വെച്ചാൽ നമ്മളെ തന്നെ എന്താ പറയാ, ഞാൻ തന്നെ നോക്കണം സ്ക്രീനിൽ എന്നെ കാണണം അങ്ങനെ. അപ്പം അതും ഇതുമായിട്ട് നമ്മൾ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. പിന്നെ അതിനകത്ത് പല സീൻസുകൾ ഉണ്ടാവണം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. നമ്മളിങ്ങനെ നോക്കി വാവെന്ന് പറഞ്ഞിരിക്കാൻ വേണ്ടി നോക്കിയിരിക്കുമ്പോഴായിരിക്കും ആ സീൻ അതിനകത്ത് ഉണ്ടാവത്തില്ല, നമ്മൾ ഫസ്റ്റ് ഡേ ഒക്കെ പോയി കണ്ടിട്ട്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ വളരെ ത്രൂ ഔട്ട് ഉള്ളൊരു മൂവിയാണ്. അപ്പോൾ വളരെ എന്താ പറയുക, പ്രതീക്ഷയാണ് എല്ലാം നമ്മുടെ ബേസ് എന്ന് പറഞ്ഞതല്ലേ. ഇപ്പൊ പറഞ്ഞല്ലോ, ഈ പലപ്പോഴും ഇങ്ങനെ സ്ക്രീൻ നോക്കിയിരിക്കും, ഇപ്പൊ കാണുമെന്ന് വിചാരിച്ചിട്ട് കാണാറില്ല എന്നൊക്കെ. പക്ഷെ എന്നാലും കുറച്ച് സ്ട്രഗിൾ ചെയ്താലും കുറച്ച് ഹാർഡ് വർക്ക് ഇട്ടാലും ഒരു നാളെ മലയാളം സിനിമ ഇതേപോലെയുള്ള അപ്കമിങ് ആക്ടേഴ്സിനെ സ്വീകരിക്കാറുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? കാരണം നമ്മൾ ഏതൊരു സാധനവും നമ്മൾ വളരെ അതിയായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്കത് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് കിട്ടും എന്നൊരു ഉറപ്പുണ്ട്. കാരണം അതിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും കിട്ടും. പക്ഷെ അത് ഇപ്പോഴാണോ നാളെയാണോ മറ്റന്നാളോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആ ഒരു ടൈം ഡ്യൂറേഷനിൽ നമുക്ക് എന്തായാലും അതിനുള്ള റിസൾട്ട് ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ പണ്ട് തൊട്ടേ എനിക്ക് ആഗ്രഹമായിരുന്നു ആക്ട് ചെയ്യാൻ. ഞാൻ 5ാം ക്ലാസ് മീൻസ് ഒരു 5th ക്രിസ്ത്യാനിറ്റി പഠിക്കുമ്പോൾ തന്നെ ഞാൻ അവിടെ
നാടകങ്ങളൊക്കെ ചെയ്യും. അപ്പൊ നാടകങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് എൻഡ് ചെയ്യുന്ന അറിയത്തില്ല, സ്റ്റാർട്ട് ചെയ്യുന്ന അറിയില്ല. നമ്മൾ തന്നെ ഉണ്ടാക്കും സ്ക്രിപ്റ്റ് എഴുതി, നമ്മൾ തന്നെ. ഇപ്പൊ 5ാം ക്ലാസ് ആണെന്ന് ആലോചിച്ചോളാം, എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിച്ചിട്ട് എഴുതി യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പങ്കെടുക്കും. അങ്ങനെ നമ്മളൊരു 10th സ്റ്റാൻഡേർഡോട് അങ്ങനെ നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ സ്റ്റേറ്റ് ലെവലിലൊക്കെ പോയിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെ വളരെ അന്ന് തൊട്ടേ ഉള്ളൊരു ആഗ്രഹമാണ് സിനിമ അഭിനയിക്കുക എന്ന് വെച്ചാൽ. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ഓഡീഷൻസിൽ പങ്കെടുക്കും. സോ ജൂനിയർ ആർട്ടിസ്റ്റ് വഴി അങ്ങനെ ഒരു ടൈമായിട്ട് നിർത്തി. പിന്നെ രണ്ടാമതൊരു റീസ്റ്റാർട്ട് എന്ന പോലെയാണ് ഈ മൂവി എനിക്ക് കിട്ടിയത്. ഈ ഓഡീഷനിൽ എപ്പോഴെങ്കിലും പങ്കെടുത്തിട്ട് വിളിച്ചിട്ട് ലൈക്ക് കിട്ടിയ റോള് നഷ്ടപ്പെടുക അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിക്കപ്പെട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഓഡീഷൻ നമ്മൾ പോകാറുണ്ട്. പിന്നെ ചിലപ്പോൾ നമ്മളുടെ ഫേസ് അവർക്ക് ആപ്റ്റായി കണ്ടെത്തില്ല കിട്ടാറുണ്ട്. സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ പോകാം. ഇപ്പൊ പിന്നെ നമ്മുടെ സിനിമയുടെ ടൈറ്റിൽ എന്ന് പറയുമ്പോൾ തന്നെ ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതും ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്ന് പറയുമ്പോൾ തന്നെ മോഡേൺ വേൾഡായിട്ട് ഭയങ്കര ബന്ധപ്പെട്ടതാ. അപ്പോ ഈ ലൈക്ക് നമ്മുടെ പഴയ കാലത്തെ പ്രണയം എന്ന് അറിയാലോ എങ്ങനെയെന്ന്, അപ്പൊ രണ്ടും ഭയങ്കര ഡിഫറൻസ് കാണാൻ പറ്റും ഈ സിനിമയിലൂടെ. ഇത് സ്മാർട്ട് ഫോൺ പ്രണയം ടൈറ്റിൽ കേൾക്കുമ്പോൾ നമുക്ക് പിന്നെ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പം തോന്നുമായിരിക്കും നമുക്ക് ഈ ടൈപ്പ് ഒരു മൂവിയാണ് എന്നുള്ളത്. പക്ഷെ ആ സ്മാർട്ട് ഫോൺ പ്രണയം എന്നതിൻ്റെ ഒരു സ്ലൈസ് വേർഷൻ അതിനകത്ത് ഒരു ഫ്ലേവർ ഉണ്ടെന്നേ. ആ മൂവിയിൽ ആ ഒരു ഫ്ലേവർ ഉണ്ട്. അത് വെച്ചിട്ടാണ് പിന്നെ അതിൻ്റെ ആ ഒരു എൻ്റെ ഒരു സ്റ്റോറിയിലെ ആ ഫ്ലേവർ വെച്ചിട്ട് മൂവിയാണ്. കംപ്ലീറ്റ് ഒരു സ്മാർട്ട് ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് ഇങ്ങനെ ആയിരിക്കുമല്ലോ എന്നുള്ളത് നമുക്ക് തോന്നും. പക്ഷെ നമുക്ക് ആ ഒരു വേ അല്ല, പക്ഷെ അതിന്റെ ഫ്ലേവേഴ്സ് ഉണ്ട്. അപ്പൊ പൊതുവെ എന്ന് പറയുമ്പോ ഈ സ്മാർട്ട് ഫോൺ എന്ന് പറയുമ്പോ തന്നെ ഇപ്പൊ നമ്മുടെ മോഡേൺ വേൾഡിൽ ഇമ്പോർട്ടന്റ് ആണെങ്കിലും ഒരുപാട് ഡേഞ്ചറസ് ഉണ്ട്. ഈ പ്രണയത്തിലേക്ക് വരുമ്പോ കുറെ ഫേക്ക് ആയിട്ടുള്ള ഐഡിയും അങ്ങനെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം നമ്മുടെ ഈ സിനിമയിലൂടെ കാണിക്കുന്നുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് പിന്നെ ഒരുപാട് സൊസൈറ്റി ഇഷ്യൂസ് നമ്മുടെ ഇപ്പം ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്നൊരു സബ്ജക്റ്റിനകത്ത് വരുന്ന ആ ഒരു ഫ്ലേവർ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞില്ലേ, പറഞ്ഞ അതേ ഒരു സംഭവം അതിനകത്തുണ്ട്. ഒരു സാധനം ഉണ്ട്. അപ്പൊ അതോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സസ്പെൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ലേ. ലൊക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു? ലൊക്കേഷന് കൊച്ചിനായിരുന്നു മിക്കതും ഷൂട്ട് ചെയ്തത്. പിന്നെ നമുക്ക് കണ്ടായിരുന്നത് വാഗമണ്ണൊക്കെ. എങ്ങനെ ലൊക്കേഷൻ അടിപൊളിയായിരുന്നു? ഭയങ്കര എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഭയങ്കര ഇതായിരുന്നു. കാരണം നമ്മൾ ആദ്യം ചെറിയ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മോൻ കാണിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ ക്യാമറ ഫേസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ആദ്യം കുറച്ച് ടെൻഷൻ, കൂടുതലും ടെൻഷൻ ആയിരുന്നു. കറക്റ്റാണ് സന പറഞ്ഞത്, കറക്റ്റാണ്. കൂടുതലും നമുക്ക് ടെൻഷൻ ആയിരുന്നു. എങ്ങനെ ചുറ്റുമുള്ളവരെല്ലാവരും അങ്ങനെയൊക്കെ നോക്കുന്നത് മീൻസ് ആ ഒരു ചെറിയൊരു സമയം കഴിഞ്ഞപ്പോഴത്തേനും നമുക്കതുമായിട്ട് സെറ്റായി. പിന്നെ സെറ്റിലുള്ളവരെല്ലാവരും, കാരണം പുതിയ ഒരാൾ വരുമ്പം എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് മീൻസ് കൂടുതലൊന്നും ഇല്ലാതെ വളരെ നന്നായി അവർ ട്രീറ്റ് ചെയ്തു, നന്നായി പറഞ്ഞു തന്നു. അപ്പൊ അതുകൊണ്ട് നന്നായ രീതിയിൽ എനിക്ക് ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പൊ ഹേമന്ത് ഒക്കെ എന്ന് പറയുമ്പോ നമ്മള് ഇപ്പൊ മലയാളം ഇൻഡസ്ട്രിയിലും ഒരു അപ്കമിങ് ആയിട്ട് നല്ല നിൽക്കുന്ന ഒരു ആക്ടറാണ്. അപ്പൊ ആളായിട്ട് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? ആളായിട്ട് കോമ്പറ്റീഷൻ സീൻസ് ഒക്കെ ആളായിട്ടൊരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു. പക്ഷെ നൈസാണ്. പുള്ളിക്കാരൻ അടിപൊളിയായിരുന്നു. പുള്ളിക്കാരൻ ഞങ്ങള് 1 or 2 days ഒരുമിച്ചായിരുന്നു സ്റ്റേ മീൻസ് അവിടെ. അപ്പം നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു പുള്ളിക്കാരൻ. അപ്പൊ അതിന് തന്നെ ഒരു സീൻ ഇങ്ങനെ പുള്ളിക്കാരനായിട്ട് ആക്ട് ചെയ്യുന്നൊരു സീൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ പുള്ളിക്കാരനൊരു ടച്ച് ചെയ്യുന്നൊരു സീനുണ്ട്, പിടിക്കുന്നൊരു സീൻ. അപ്പം നമുക്ക് ആക്ച്വലി പുള്ളിക്കാരൻ ഇത്തരം സീനുകളാണ് നമുക്ക് ഒരു ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, ഓക്കെ നമ്മള് സീനിൽ നമുക്ക് ഇങ്ങനെയാണ് ഇത് ചെയ്യണം, അപ്പൊ ഇങ്ങനെ പുഷ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കോൺഫിഡൻസ് നമുക്ക് ഒരു റാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. അപ്പൊ നമ്മുടെ സിനിമ റിലീസിന് ഒരുങ്ങുകയാണ്. എന്താണ് നമ്മൾ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചെറിയ കുടുംബചിത്രമാണ്. കുടുംബസമേതം നിങ്ങൾക്ക് പോയി കാണാവുന്ന പേരൻസിന് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മൂവിയാണ്. അപ്പം എന്തായാലും നിങ്ങളുടെ പ്രതീക്ഷ ഒരിക്കലും വിവരമാകത്തില്ല. സോ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ മൂവി കാണുക. അപ്പൊ പറഞ്ഞ പോലെ തന്നെ മൂവി വൻ വിജയകരമായിട്ട് ആശംസിക്കുന്നു. ഫ്രണ്ട്സിനും ഇനി വരുന്ന ഒരുപാട് സിനിമകളിലേക്ക് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.